അവർക്ക് ക്രിക്കറ്റിലും വലിയ വിവരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് എപ്പോഴെന്ന് വെച്ചാൽ ഈ രോഹിത് ശർമ്മയ്ക്ക് തടി കൂടുതലാണ്, പുള്ളി തടി കുറയ്ക്കണം. അതോടൊപ്പം തന്നെ ആ പുള്ളി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും അൺഇംപ്രസീവായിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. അവർ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറയും. അവരൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇയാൾ തീരെ പോരാ, പുള്ളി ഈ പണി നിർത്തണം എന്ന രീതിയിൽ അവർ സംസാരിക്കും. അവരാദ്യം തന്നെ തടി കുറയ്ക്കണം എന്നും ഇയാളൊരു മോശം ക്യാപ്റ്റനാണെന്നും പറഞ്ഞപ്പോൾ പാകിസ്ഥാനിലുള്ള ആളുകൾ വരെ, ക്രിക്കറ്റ് പണ്ഡിതന്മാർ വരെ അങ്ങനെയൊന്നുമല്ല, രോഹിത് ശർമ്മ നല്ല കളിക്കാരനാണ് എന്ന് അഭിപ്രായപ്പെടുകയും അവരോടൊക്കെ അങ്ങനെയൊന്നുമല്ല, രോഹിത് ശർമ്മ വെറും കിഴങ്ങനാണ്, അയാൾക്ക് കളിയൊന്നും അറിയില്ല എന്നൊക്കെ നമ്മുടെ ഷാമ മുഹമ്മദ് പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം അനുയായികളുള്ള മതം ഹിന്ദു മതമാണെന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. പക്ഷേ അത് ശരിയല്ല. ഇവിടെ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്നത് അവരുടെ മതം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് മതത്തിൽ വിശ്വാസമുള്ള ആളുകളൊക്കെ ഷാമ മുഹമ്മദിനെ തെറി പറയുന്നു. കോൺഗ്രസ്, BJP, DMK, അണ്ണാ DMK, മാർക്സിസ്റ്റ്, CPI വ്യത്യാസമില്ലാതെ ഷാമ മുഹമ്മദിന് ക്രിക്കറ്റിനെ പറ്റി എന്തറിയാം? അവർക്ക് രാഹുൽ ഗാന്ധിയെ പറ്റി പോലും അറിയില്ല, പിന്നെയാണ് ക്രിക്കറ്റ് ടീമിനെ പറ്റി അഭിപ്രായം പറയുന്നത് എന്നൊക്കെ രീതിയിൽ പല അനാവശ്യങ്ങളോ അസഭ്യങ്ങളോ ഒക്കെ എഴുതി വിട്ടു. ഷാമ മുഹമ്മദിനോട് ഈ പോസ്റ്റ് പിൻവലിക്കാനും ഖേദപ്രകടനം നടത്താനും കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു. കാരണം ഇവർ പറയുന്ന അഭിപ്രായത്തിൻ്റെ ഉത്തരവാദിത്വം പാർട്ടിക്കാണ്. കോൺഗ്രസ്സുകാരുടെ കൊള്ളരായ്മ കൊണ്ടാണ് ഇവരിങ്ങനെ മണ്ടത്തരം പറയുന്നതെന്നൊക്കെ BJPക്കാരും മറ്റ് താല്പര്യ കക്ഷികളും പ്രചരിപ്പിച്ചു. ഷാമ മുഹമ്മദ് ഖേദപ്രകടനം നടത്തിയില്ല, ക്ഷമ പറയാനും തന്നെ കിട്ടില്ല എന്നവർ പറഞ്ഞു. അതേസമയത്ത് ആദ്യമിട്ട പോസ്റ്റ് അവർ പിൻവലിച്ചു. സത്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഷാമ മുഹമ്മദിനും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.